ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇച്ചിരി ഇതൊക്കെ പറയാൻ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അതൊക്കെ ശരിയാക്കി വെച്ചതാണ്. പക്ഷേ എന്തെങ്കിലാവട്ടെ, ലാസ്റ്റ് ഡ്രസ് ടു ഇംപ്രസ് വീഡിയോ അല്ലേ, ആ വീഡിയോ പോലത്തെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് എല്ലാം എൻ്റെ ഫേവററ്റ് കളർ വെച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. എല്ലായിടത്തും പോലെ എൻ്റെ ഫസ്റ്റ് ബെസ്റ്റ് ഫ്രണ്ട് ബ്ലാക്ക് കളർ, അതായിരുന്നു നമ്മൾ നേരത്തെ ഒക്കെ ചെയ്തത്. അതൊക്കെയായിരുന്നു നേരത്തെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നമുക്ക് അതേ ഹെയർസ് ഒക്കെ ചെയ്യാം, ഇവിടെ പോവാം, മോർ ആനിമേറ്റിക്, അത്രയേ ഉള്ളൂ. അപ്പം എല്ലാം അങ്ങനെ തന്നെ ആക്കാം എന്നാണ്. നമുക്ക് സ്മോൾ ഫ്ലവേഴ്സ് മാറ്റാം, ബിഗ് ഫ്ലവർ ആക്കാം, ബാക്കിലോട്ടാക്കാം. ഇനി നമുക്കിവിടെ ബ്ലാക്ക് അടിക്കാം. ഈ ഒരു ബ്ലാക്ക് ഇങ്ങനെ പോകും. സോ അതൊന്ന് അറിയാവുന്ന പോലത്തെ ഒരു ബ്ലാക്ക്. നമുക്ക് ജമ്പ് ഔട്ട് ചെയ്യാം. ഇതിന് എൻ്റെ ഔട്ട്ഫിറ്റ്, കളർ ഔട്ട്ഫിറ്റ് ഉണ്ടാവും. ഫസ്റ്റ് ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ മറ്റേ ആ ഡ്രസ് ടു ഇംപ്രസ് വീഡിയോ ഇല്ലേ, ആ ഫ്രണ്ടിൻ്റെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ പേര് അറിയും. ഈ ഡ്രസ്സ് ചെയ്യുന്നത് നമ്മുടെ അഭിനന്ദയ്ക്കാണ്. ഓക്കെ, മേ ബി നമുക്ക് അത് മാറ്റിയിട്ട് ഓക്കെ, നെവർ ഓഫ് ദ മൈൻഡ്, ലെറ്റ്സ് പുട്ട് ദിസ്. നമുക്ക് ഇതിടാം. എപ്പോഴും പിന്നെ കുറേ പേർ റൺവേ ക്വീൻ, അതേക്കുറിച്ച് എനിക്ക് പറഞ്ഞു അറിഞ്ഞാണ്, കാരണം നമ്മൾ റൺവേ ക്വീനാണ്. സോ ലെറ്റ്സ് വെയർ. ഈ വിങ്സ് നമ്മൾ ഇട്ടായിരുന്നു. പിന്നെ നമ്മൾ എന്ത് വിങ്സ് ഇനി ഇട്ടു. പിന്നെ ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, നല്ല രസം. നമുക്ക് ഈ ഒരു ബ്ലാക്ക് ടോപ്പ്, ഈ ഒരു ബ്ലാക്ക്, ഇത് ഇനി നമുക്ക് ഹാർട്ട് മെറ്റൽ ആൻഡ് ചെയിൻസ്, അതൊരു ബ്ലാക്ക് ഹാർട്ട്. ഓക്കെ, ഇത് നല്ല രസമാണ്. ഇപ്പം ടോപ്പ് മോഡൽ നോ ലൈക്ക് എന്തൊക്കെ ഇവിടെ ചാറ്റ് ബോക്സിൽ വരുന്നുണ്ട്. എന്താ എനിക്ക് കിട്ടുന്നതെന്നൊന്നും മനസ്സിലാവുന്നില്ല. എന്തെങ്കിലും ആവട്ടെ, നമുക്കപ്പം ജമ്പ് ഔട്ട് ചെയ്യാം. ജമ്പ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പോവാം. ഓക്കെ, നമ്മളിവിടെ വരുന്നു, ഇതിടുന്നു, ഇങ്ങനെ തന്നെ ആക്കുന്നു. എന്തൊക്കെയാണ് ഇവർ പറയുന്നതെന്ന് അറിഞ്ഞൂടെ. പിന്നെ ഒരു ടോപ്പ് മോഡലിലെ കാട്ടിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്, എന്തൊക്കെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ ഒരു ബ്ലാക്ക് ഫെദർ നമുക്ക് ഇതുപോലെ ആക്കാം. ഈ ബ്ലാക്ക് ഇപ്പം അറിയുന്നുണ്ടല്ലോ, ഇതെടുക്കണം, അങ്ങനെ തന്നെ ഇടാം, എന്നിട്ട് പോകണം. നല്ല രസമായിരിക്കും ഈ ഔട്ട്ഫിറ്റ്, നിങ്ങളൊന്ന് കാണണം. കൈ ഒന്ന് നിൽക്കുക, എൻ്റെ കൈ ചൊറിയുന്നുണ്ട്. അപ്പം കൈ ഒന്ന് ചൊറിയാൻ വേണ്ടി ഞാൻ എടുത്തതാണ്. പിന്നെ നമ്മൾ ഇടാം ആ നെക്ലേസ്, ഞാൻ പറഞ്ഞ നെക്ലേസാണ് നമ്മൾ ഇടാൻ പോകുന്നത്. സോ വേർ ഈസ് ദാറ്റ് നെക്ലേസ്? പോയി എന്നിട്ട് വൈറ്റ് എല്ലാം ആക്കാം. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഫിനിഷ്ഡ് ഔട്ട്ഫിറ്റ് ഫോർ അഭിനന്ദ. ഇനി നമുക്ക് ചെയ്യാൻ പോകേണ്ടത് ഇനി ഉള്ളത്
നമുക്ക് ഇനി ചെയ്യാനുള്ളത് let me see. ഇത് ഭയങ്കര പാടാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം എല്ലാ ഡ്രസ്സും നമ്മളിവിടെ മാറ്റിയിട്ടുണ്ട്. എന്നാൽ ഇതിവിടെ അടിക്കുന്നതാണ് നിങ്ങളാവട്ടെ. അടുത്തത് നമ്മുടെ ഡ്രസ്സെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാൻ പോകുന്നത് ഒരു ഫ്രണ്ടിൻ്റെ പേരാണ്. ഫ്രണ്ടിൻ്റെ പേര് ഐറിൻ. അതെൻ്റെ സെക്കൻഡ് ബെസ്റ്റ് ഫ്രണ്ട്. അപ്പം ഐറിൻ്റെ ഔട്ട്ഫിറ്റ് നമ്മൾ ചെയ്യാൻ പോവാണ്. ആ ഹെയറൊക്കെ വേണ്ടായിരുന്നു, ഞാൻ അറിയാത്ത ചെയ്തു. സോ അവൾക്കൊരു പർപ്പിൾ ഷെയ്ഡാണ് ഇഷ്ടം. സോ നമ്മൾ ഈ 2 പർപ്പിളാണ് ചെയ്യാൻ പോകുന്നത്. ഈ പർപ്പിൾ കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടാക്കണം. ഇനി നമുക്ക് ഇതൊന്ന് ബിഗ് ഫ്ലവർ ബാക്ക് അങ്ങനെ ഇടാം. പിന്നെ ഇങ്ങോട്ട് പോകുന്നു ഈ ഒരു ഷെയ്ഡ്, പിന്നെ ഈ ഒരു ഷെയ്ഡ് ഇങ്ങനെ ഇട്ട് പോകും. നല്ല രസമുണ്ട് ഈ ഷെയ്ഡെല്ലാം. ലുക്ക്. പിന്നെ നമ്മൾ ഈ ഹെയർ എടുക്കും. അത് തന്നെ ഇങ്ങനെ ഇട്ടോണ്ട് പോകും. സോ ഇങ്ങനെ എടുത്തൊരു ഹെയർ നല്ല രസമാണ്. പിന്നെ ഇത് ഐറിൻ എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മളൊരു പിങ്ക് ആൻഡ് പർപ്പിൾ ഒരു വൈബ് ഉള്ളതാണ്. ഞാൻ ഇവിടെ ചെയ്യാൻ നോക്കുന്നത്. ബ്ലാക്ക് പിങ്ക് എന്തൊക്കെയാണ് ഇവർ പറയുന്നത് എനിക്ക് അറിഞ്ഞൂടാ. എന്തൊക്കെ പറയുവാണ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അവൾക്ക് ഈ ഷൂസ് തന്നെ എടുക്കാം. ഈ ഒരെണ്ണം എടുത്തിട്ട് നമുക്കൊരു പിങ്ക് വൈബാക്കിയിട്ട് ഇത് തന്നെ ഈ ഒരു ഷെയ്ഡ് എടുക്കാം. ഈ ഷെയ്ഡ് എന്ന് വെച്ചാൽ നമ്മൾ അടിയില്ലേ, അടിക്ക്. പിന്നെ നമ്മളൊരു ഔട്ട്ഫിറ്റ് എടുക്കാൻ പോകുന്നത് വരുക കാണിക്കാം. നമ്മളിവിടെ പോകുന്നു. നമ്മൾ നേരത്തെ മറ്റേ ഏത് ഡ്രസ്സ് എന്നെടുത്ത് ഈ ഡ്രസ്സും പോയിട്ട് ഈ ഡ്രസ്സല്ലായിരുന്നു. നമുക്കിനി ഇടാൻ പോകുന്ന ഡ്രസ്സെന്ന് വെച്ചാൽ ഇതിടാം. ഞാൻ എന്തിനാ അവിടെ എനിക്ക് ആ സ്റ്റാർ ഞാൻ അറിയാതെ പൊത്തിപ്പോയി. ഇപ്പോൾ അത് താഴെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇനി നമുക്ക് ഇതിടാം. എന്നിട്ടുള്ള ഇതിങ്ങനെ ഇട്ട് ഇവിടെ ഈ ഷെയ്ഡ്, ഇവിടെ ഈ ഷെയ്ഡ്, ഇവിടെ ഈ ഷെയ്ഡ് ഇങ്ങനെ പോകണം. അപ്പം പിന്നെ ഒക്കെ കഴിഞ്ഞു. നമുക്ക് നെക്ലേസ് തന്നെയാണ് നമുക്കിവിടെ ഇടാം. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തുവാ അത് പറയുന്നതെന്ന് വരുന്നില്ല ഗൈസ്. അപ്പം ഈ ഒരു ഇത് ചെയ്ത് സിമ്പിൾ ഔട്ട്ഫിറ്റ്, ഗോർജസ്, നല്ല ബ്യൂട്ടിഫുൾ സിമ്പിൾ ഔട്ട്ഫിറ്റായിട്ടുള്ളതാണ് ഇത്. സോ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഏത് ഫ്രണ്ടിൻ്റെ ഔട്ട്ഫിറ്റ് ഞാൻ ചെയ്തതെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ഡൗൺ ബില്ലോ. അപ്പം ഇതാണ് ഞാൻ ചെയ്തത്. എങ്ങനെയുണ്ട്? ഇനി അടുത്തത് എനിക്കെൻ്റെ സൂക്കെ ഇടാം. പിന്നെ ഇത് ഉടുക്കത്തെ പാടാം.
ഇത് ഒടുക്കത്തെ പാടാണ്. ഈ ചാറ്റ് ബോക്സ് ഇവിടെ തന്നെ ആയിരിക്കും. ഇത് മാറ്റാൻ വല്ലതുണ്ടോ? ഇത് മാറ്റാൻ ഒരു വഴിയില്ല. നമ്മൾ അല്ലാതെ അത് ഇത് തന്നെ നിങ്ങൾ അത് നിങ്ങൾ കുറേ രസം. നമുക്കിനി ഈ ലൊക്കേഷൻ ഇടാം. ഇലക്ട്രോണിക്സിൽ പോകാം. അപ്പം നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. പുതിയ അറിവാണ് ഇവിടെ. നമ്പർ ചെയ്യാം. ഞാൻ എവിടെ നമുക്കിനി ഇവിടെ വന്ന് അടുത്ത ഫ്രണ്ടിൻ്റെ എന്ന് വെച്ചാൽ ദിയ എന്നാണ് പേര്. അടുത്ത ഫ്രണ്ടിൻ്റെ പേരാണ് ദിയ. അപ്പം ദിയയുടെ ഫേവറേറ്റ് അപ്പോൾ സോറി ഗൈസ്, ഇച്ചിരി നേരം എടുത്ത് എന്തോ പണിയുണ്ടായിരുന്നു. സാരമില്ല. അപ്പോൾ സാരമില്ല. സോ നമുക്ക് ഇടാം. സോ അപ്പോൾ നമുക്ക് ഹെയർ ഡൺ ചെയ്യാം. സോ അവൾക്ക് ഈ ഒരു ഹെയർ എന്തായാലും ഇടണം. എന്നിട്ട് നമുക്ക് ഒരു റെഡ് ഷെയ്ഡാക്കാം. ഈ ഒരു ഡാർക്ക് റെഡ് ആക്കാം. അതാണ് നമുക്കിഷ്ടം. അപ്പം തീയക്കാണ് ഇതെല്ലാം. ചിലപ്പോൾ ഡിഫറൻസ് ആണായിരിക്കില്ല, ഇങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇതാണ് നമ്മളിത്. എന്നിട്ട് ഫ്ലവേഴ്സ് അത് ചെയ്തിട്ട് നമുക്ക് വേറെ ഇത് തന്നെ എടുക്കാം. നമുക്ക് ഫ്ലവർ, ബിഗ് ഫ്ലവർ, ഫ്രണ്ട് ആൻഡ് ഹാഫ് ഇത് വേണ്ട. നമുക്ക് സ്മോൾ ഫ്ലവേഴ്സ് വേണ്ട, ഫ്രണ്ട് ആൻഡ് ഹാഫ് അതെടുക്കാം. എന്നിട്ട് ഇവിടെ പോയിട്ട് നമ്മളിത് റെഡ് ഇഷ് കളർ ആക്കുന്നു. സോ ഇത് അപ്പം ഇതാണ് നമ്മുടെ ഹെയർ കഴിഞ്ഞല്ലോ. അപ്പം ഇനി നമ്മൾ പോകുന്നത് ഇത് എങ്ങോട്ടാ പോകുന്നത്? നമുക്ക് അവിടെ ഇരിക്കട്ടെ. ഗുഡ് ഇരിക്കട്ടെ അവിടെ. മര്യാദയ്ക്ക് നമ്മൾ എന്തെങ്കിലും ഫേസ് ചെയ്യുന്നത് ഞാൻ മറന്നു. ഞാൻ ചാടി ഇങ്ങോട്ട് പോകും. നമുക്ക് ഡ്രസ്സിങ് റൂംസിൽ പോകണമെന്ന്. അവിടെ പോകണമെന്നല്ല, പോവണം. നമുക്ക് ഇവിടെ ഞാൻ ഇവിടെ ഒന്നും പിടിക്കുന്നില്ല. ഇത് തന്നെ അങ്ങോട്ട് പോവാണ്. ഞാൻ ഇത് പുതുതായ
നമുക്കിനി ഡ്രസ്സിങ് റൂമിലോട്ട് പോവാം. ഇനി അവൾക്ക് വേണ്ടി ഇങ്ങോട്ട് വാ. നീ അന്നേരം തന്നെ അവള് പോയിരിക്കുന്നു. ഇനി നമുക്ക് അവിടെ തന്നെ ഇരുത്തണം. ഇതടക്കാം, ഇവിടെ ഇരിക്കാം. എന്നിട്ട് ഈ ഒരു റെഡ് കളറ് അവിടെ എന്ത് വേണമെങ്കിലും, പിന്നെ നമ്മൾ ഈ കളറ്, പിന്നെയും ഈ കളറ്. ഇവനെങ്ങോട്ടൊക്കെയായി പോകുന്നു. നമുക്ക് ഈ ഗ്ലിൻ്റെ ക്രൗണും കൂടി ഇടാം. ഓക്കേ, not bad, not bad. സോ ഇതാണ് നമ്മുടെ ഫിനിഷ്ഡ് ഔട്ട്ഫിറ്റ്. ഇത് പ്രശ്നമുണ്ട്, എൻ്റെ സെറ്റിങ്സ് നമുക്ക് ഇപ്പോഴാണ് നോർമലാവുന്നത്. വെറുതെ അല്ല ഇത് ഇങ്ങനെ പോയത്. ദിസ് ഈസ് എവർ ദിയമുള്ളട്ടെ. ദിയയ്ക്ക് സത്യം പറഞ്ഞ് എനിക്ക് അവളെക്കാട്ടിലും വയസ്സുണ്ട്. സത്യം പറഞ്ഞ ദിയയ്ക്ക്, ഐ മീൻ ദിയ 5 വയസ്സിനായിരുന്നു എൻ്റെ കൂടെ 1ാം ക്ലാസ്സിൽ വന്നത്. അവൾ ഇപ്പോഴും എൻ്റെ ക്ലാസ്സിലാണ്, പക്ഷെ അവളെക്കാട്ടിലും മൂത്തതാണ്. പക്ഷെ അവൾ തന്നെ 1 വയസ്സിൻ്റെ വ്യത്യാസമുള്ളൂ. അതുകൊണ്ട് കുഴപ്പമില്ല, ഞാൻ ചുമ്മാ പറഞ്ഞുള്ളൂ. പക്ഷെ അവിടെ നല്ലൊരു റെഡ് കളറുള്ള ഔട്ട്ഫിറ്റ് നമ്മളിവിടെ ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് ഔട്ട്ഫിറ്റ് എൻ്റെ ഒരു ഫ്രണ്ട് പേര് ആര്യൻ്റെ ഔട്ട്ഫിറ്റാ. ഇനി ആര്യൻ്റെ ഔട്ട്ഫിറ്റ് നമ്മൾ കളയുന്നു. അങ്ങനെ ചെയ്യാമെന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ അറിയ ഒന്ന കുട്ടൻ്റെ പർപ്പിളിൻ്റെ ഒരെണ്ണം ചെയ്തതാണ്. നമുക്കല്ല എന്നൊരു ബ്ലൂ ഔട്ട്ഫിറ്റ് ചെയ്യാം. നമുക്കൊരു പർപ്പിൾ ആൻഡ് ബ്ലൂ ഔട്ട്ഫിറ്റ്. സോ നമുക്ക് ഈ ഹെയർ എടുക്കാം. ഇത് നമ്മൾ റെഡ് അല്ല, ഈ ഒരു പർപ്പിൾ എടുക്കാം, ഈ ഒരു ബ്ലൂ എടുക്കാം. ഓക്കെ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുത്തുണ്ട് ഈ ഹെയർ. ഞാൻ ഇത് കസ്റ്റം ഞാൻ ഇടാൻ പോകുന്നത് P.P. കാരണം എനിക്ക് പർപ്പിളിൻ്റെ സ്പെല്ലിങ് അറിഞ്ഞൂടെ. സോ സേവ് ഇറ്റ്. എന്നിട്ട് നമ്മൾ ജമ്പ് ഔട്ട് ചെയ്യണം ഈ ഒരു ഔട്ട്ഫിറ്റ്. പക്ഷെ എനിക്ക് ഹെയർ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഗാലക്സി വൈബ്സ് എനിക്കിത് തരുന്നുണ്ട്. നല്ല രസമുണ്ട് ഇത് കേട്ടാട്ടെ. എനിക്കൊരു എന്തുവാ പറയുന്നത്, നമ്മൾ ഒരു ഗാലക്സി വൈബ്സ് നമുക്ക് കിട്ടുന്നില്ല ഒരു ഈ ഹെയറിനകത്ത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ ഇങ്ങനെ പറയുന്നത്, ഇവൾക്ക് വേണ്ടി നമ്മൾ ഈ ഒരു കൊടുക്കാം. നമുക്ക് സ്കേർട്ട് മാത്രമാക്കാം. എന്നിട്ട് ഈ ഒരു ലൈറ്റ്
പർപ്പിൾ, ഈ പർപ്പിൾ അറിയുന്ന ഈ ഒരു ലൈറ്റ് പർപ്പിൾ എടുക്കാം. എന്നിട്ട് ഈ ഒരു ബ്ലൂ, ഈ ഒരു ഇത് പർപ്പിൾ. അപ്പം ഇത് നമ്മൾ ഇങ്ങനെ ആക്കിയിട്ട് ഒരുമാതിരി പിങ്ക് പോലെ ഇരിക്കും എനിക്ക് സത്യം പറഞ്ഞാൽ. ഇനി നമുക്കൊരു സ്കേർട്ട് കൂടെ വേണം. ആ സ്കേർട്ട് മേ ബി നമുക്ക് ഈ സ്കേർട്ട് എടുക്കാം. എഴുതിന ഒള്ളി ടോപ്പ്, ഒള്ളി ഷർട്ട്. ഓക്കെ, ഒള്ളി ടോപ്പ് നമ്മൾ എടുക്കുകയാണ്. ഇവിടെ ഒള്ളി ടോപ്പ്. പിന്നെ നമുക്ക് ഇതേപോലെ ഇങ്ങനത്തെ ഒരു പാറ്റേൺസ് ആക്കാൻ നോക്കാമോ. എനിക്കൊരു പിങ്ക് വൈബ്സ് വരുന്നുണ്ട് സത്യത്തിൽ കാഴ്ച. ഒരു പിങ്കി വൈബ്സ് നിങ്ങൾക്ക് കിട്ടുന്നില്ല. ഇത് ഒരു പിങ്കി വൈബ്സ് ഇതിലില്ല നിങ്ങൾക്ക്. ഇനി നമുക്ക് ഈ ഒരു ഗ്ലിൻഡ ക്രൗൺ എന്ത് ചെയ്യും, ആ ഗ്ലിൻഡസ് ക്രൗണും കൂടി ഇട്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫിനിഷ്ഡ് ഔട്ട്ഫിറ്റ് ഇവിടെ. അപ്പം നമ്മൾ അടുത്തതായിട്ട് ഈ ഹെയർ അല്ല, ഒരു ഹെയറും അല്ല, അടുത്ത ഒരു ഫ്രണ്ടും ഇല്ല, ജസ്റ്റ് ദിസ്. ഞാൻ ഒരു ഫ്രണ്ടിൻ്റെ അല്ല, എൻ്റെ ഔട്ട്ഫിറ്റാണ്. നമ്മൾ ഇത് ഇങ്ങനെ ആക്കുന്നു. നമ്മൾ ഗ്ലിൻഡാസ് ക്രൗൺ എടുക്കുന്നു. പിന്നെ നമ്മൾ എന്തുവാ ഈ സാധനം നമ്മൾ എടുക്കണം. ഇതെടുത്തിട്ട് നമ്മൾ ഇവിടെ ആക്കാം. ഇത് നമ്മൾ ഇതെടുക്കണം. പിന്നെ നമ്മൾ ജംപ്ഡ് ഔട്ട് ചെയ്യണം. എൻ്റെ ഒരു കോമൺ ഹെയർ സ്റ്റൈൽ ഞാൻ ചെയ്യും. അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. വാ, ഉള്ളുണ്ട് ഫ്ലോട്ടി ബട്ട് എന്തോ കഴിച്ചു. ബട്ട് ലെറ്റ്സ് ലീവ് ഇറ്റ്. ഓക്കെ, എന്തൊക്കെ പറയുന്നുണ്ട് ഇവർ, എനിക്ക് അറിഞ്ഞൂടെ. അപ്പം നമ്മുടെ കോമൺ ഹെയർ സ്റ്റൈൽ, എൻ്റെ ഒരു ഹെയർ സ്റ്റൈലിൻ്റെ ബ്രെയ്ഡാണ് എനിക്ക്. എന്നിട്ട് നമ്മൾ ഇനി പോവും. എന്നിട്ട് നമ്മൾ ഇൻഡൂല് കയറും. എന്നിട്ട് ഈ ഹെയർ സ്റ്റൈൽ എടുത്തിട്ട് നമ്മൾ ഇതെടുക്കും. എന്നിട്ട് ബാക്കിയുള്ള വര ബ്ലൂ ആക്കും. ബ്ലൂ ഇങ്ങനത്തെ ഒരു ഇതാണ് ഞാൻ ചെയ്തത്. റൂമിയുടെ ഹെയർ ഇനി ഏതൊക്കെ ഇടുന്നത്. അപ്പോൾ അതാണ്. സോ ദിസ് ഈസ് മൈ ഫൈനലിസ്റ്റ് ഔട്ട്ഫിറ്റ്. അത് കഴിഞ്ഞല്ലോ, ഞാനത് പൊട്ടിയ. അപ്പം നമുക്ക് ഇവിടെ പോകണം. ഇവിടെ മണ്ണി മസ്റ്റ് ബി ഫണ്ണി എന്തൊക്കെയാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഈ ക്ലൗഡ്സ് എടുത്തിട്ട് നമ്മളിത് പിങ്ക് ആൻഡ് ബ്ലൂ ഇടും. ഹായ്, നല്ല രസം. ഇനി നമുക്ക് പോവാം. ഇനി നമുക്ക് പറന്ന് ഏതോ ആകാശത്ത് എന്തൊക്കെ അവർക്ക് സർവ്വതം മാറിപ്പോയി എന്നാണ് എനിക്ക്. ചിലപ്പോൾ അവർക്ക് സർവ്വതം മാറിപ്പോയി കാണും ഗൈസ്. എന്തായിരുന്നു നമുക്കിനി വേണ്ട. ആ വിങ്സ് നമുക്ക് ഈ വിങ്സ് എടുക്കണം. ഈ ഒരു കളറാണ്. ഈ വിങ്സ് എടുത്ത് കഴിഞ്ഞിട്ട് ഗ്ലിൻഡർ ബബിൾ എടുത്തോ. എന്നിട്ട് ഞാനൊരു പിങ്കി വൈബ്സ്. This is my final outfit. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഗൈസ്. ഇതാണ് എൻ്റെ
ഔട്ട്ഫിറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതിൽ ഏതാ ഇഷ്ടം ഒന്ന് കമൻറ്റ് ഉണ്ടാവും ബില്ലോ. പിന്നെ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ഡൗൺ ബിലോ. പിന്നെ സബ്സ്ക്രൈബ് ലൈക്കും ചെയ്യാൻ മറക്കല്ല. നമുക്കൊരു 10 സബ്സ്ക്രൈബേഴ്സ് ആവണം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു 100 സബ്സ്ക്രൈബേഴ്സ്. ഇപ്പം നമ്മൾ 10 സബ്സ്ക്രൈബേഴ്സിങ്ങളാണ്. സോ നിങ്ങളൊന്ന് സബ്സ്ക്രൈബും ആ ലൈക്ക് ബട്ടൺ ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബും ചെയ്യണം എൻ്റെ ചാനലിലോട്ട്. അതൊന്ന് നമുക്ക് ഇനി പെട്ടെന്ന് 10 സബ്സ്ക്രൈബേഴ്സിങ്ങളാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മളുടെ 100 സബ്സ്ക്രൈബേഴ്സ്. ആ 100 സബ്സ്ക്രൈബേഴ്സ് 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ്, അല്ല 1K സബ്സ്ക്രൈബേഴ്സ്. അപ്പം അതിൻ്റെയൊക്കെ മുമ്പ് നമുക്കൊരു 10 സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ ഒന്ന് വരട്ടെ. അതുകൊണ്ട് 10 സബ്സ്ക്രൈബേഴ്സ് ഇല്ല. അതുകൊണ്ട് ഇപ്പം 4 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അതുകൊണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ആൻഡ് കമൻറ്റ് ഡൗൺ ബിലോ. So, hello everyone, bye. See you in another video.